Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് മണിക്കുട്ട ഞാന് എന്നിട്ട് അതെ ബ്രോ, എന്റെ ആന്റിന്റെ മോന്റെ ബർത്ത്ഡേയാ. അതാ ഞാന് ഓക്കെ പിങ്കി, പിന്നെ കാണാട്ടോ. ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. നീ വാ. അതെ, അവിടെ വെച്ചെന്നെ സംസാരിക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? റേഞ്ച് ഇല്ലെന്നോ? അതിന് നീ ഫോണിലല്ലേ സംസാരിക്കുന്നേ? എന്തോ എന്തായാലും ഇങ്ങനെ മാറി നിന്നൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആരെങ്കിലും കണ്ട വേറെന്തെങ്കിലും വിചാരിക്കും, മനസ്സിലായല്ലോ? എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എല്ലാരും ഉള്ളപ്പോ സംസാരിക്കാൻ പറയും, അല്ലാതെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കാൻ നിൽക്കരുത്. ഇന്നത്തോടെ ഇത് അവസാനിപ്പിച്ചേക്കണം, കേട്ടല്ലോ? ചെല്ലേ. എന്തേ? നീ പോ ആദ്യം. Two hours later. നിനക്ക് അത് പറഞ്ഞത് കേട്ടപ്പോ എന്താ തോന്നിയേ? ഒന്നും തോന്നിയില്ലേടി. ദേഷ്യവും സങ്കടവും ഏക്കപ്പാടെ ഒരുമിച്ച് എന്തൊരവസ്ഥയായി പോയി. അതാ നിങ്ങളെ കണ്ട് എത്രയും പെട്ടെന്ന് പറയണം വിചാരിച്ച് വരുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് വീണേച്ച് വിളിച്ച് വീണേച്ചിന്റെ അടുത്ത് പോയി, പിന്നെ ലക്ഷ ചേച്ചി വിളിച്ച് അങ്ങോട്ടും പോയി. എപ്പോഴാ ഒന്ന് ഒഴിവ് കിട്ടിയേ? അതുകൊണ്ടാ ഇപ്പൊ ഈ കാര്യം പറഞ്ഞേ. എടി, ഞാൻ ചോദിക്കുന്നോണ്ട് നീ വേറൊന്നും വിചാരിക്കല്ലേ? എന്താടി? അല്ല, ഋഷിനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? എനിക്ക് അവനെ പറ്റി ഒരു അഭിപ്രായം ഇല്ല. ഞാൻ എന്തിനാ അവനെ പറ്റി അഭിപ്രായപ്പെടുന്നേ? എടി, നിനക്ക് തമ്മിൽ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഋഷി നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ. നിനക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടക്കുറവ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉണ്ടാവല്ലോ. അതാ ചോദിച്ചേ. കാരണം എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ ചെറുപ്പം മുതലേ ഋഷിനെ കാണുന്നതാ. ഞാൻ മാത്രല്ല, തമ്പുരും കാണുന്നതാ. അല്ലേ? അതെടേ, ഇന്ന് വരെ ഋഷിക്ക് ഒരു ലൈൻ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇഷ്ടാന്ന് പറയണത് പോലും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനില് നിന്നെ ഇഷ്ടാന്ന് പറയുമ്പം അത് ശരിക്കും ഋഷി അവന്റെ മനസ്സെന്ന് പറഞ്ഞതായിരിക്കത്തില്ലേ? അയിനെ ഉണ്ണിമോളെ അവന്റെ കലിപ്പം മൂടിയൊക്കെ പോയല്ലോ. എടി ഉണ്ണിമോളെ, ഞാനതിന് ദേഷ്യപ്പെടാൻ മാത്രം എന്താ പറഞ്ഞേ? നിനക്ക് ഋഷിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നല്ലേ ചോദിച്ചുള്ളൂ? എനിക്ക് അവരുടെ ഒരു അഭിപ്രായം ഇല്ല. ചുരുക്കി പറയുകയാണെങ്കിൽ അവനെ കാണുമ്പോ തന്നെ കലിപ്പാ. പ്രത്യേകിച്ചും അവന്റെ ബേബി എന്നുള്ള വിളി അവനെ കാണുമ്പോ തന്നെ ഇറിറ്റേഷൻ ആവാ. എടി, ലവ്വിൽ ഇതൊക്കെ സ്വാഭാവികല്ലേടി? പൈങ്കിളി വേണ്ടട്ടാ. എടി ഉണ്ണിമോളെ, ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഈ ലവ്വിൽ ഇതൊക്കെ സ്വാഭാവികല്ലേ? ഉദാഹരണത്തിന് നോക്കിയേ, നമ്മുടെ ഗോതമ്പ് ബ്രോയും തമ്പുരും ആദ്യം എങ്ങനെയായിരുന്നു? കീരിയും പാമ്പും പോലെ. ഇപ്പൊ നോക്കിയേ, അടിയും തേനും പോലെ. അത്
പിന്നെ ഞങ്ങളേലിപ്പോ നീയാണല്ലോ സിംഗിള്. അതുകൊണ്ട് നിന്നെയും കൂടെ കമ്മിറ്റഡ് ആക്കിയാലേ ഞങ്ങൾക്കൊരു ഹരം കാണത്തുള്ളൂ. അതുകൊണ്ടാണേ നിനക്കൊന്നും കൂടെ ആലോചിച്ചൂടെ? ആലോചിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, നീ ഗോതമ്പ് ബ്രോനെ പ്രപ്പോസ് ചെയ്തായിരുന്നോ? ഇപ്പൊ എന്തിനാ എന്റെ കാര്യത്തിലോട്ട് വരുന്നേ? അല്ല, ഞാൻ മാത്രം കമ്മിറ്റഡ് അല്ലെന്ന് പറഞ്ഞല്ലോ. അതിനർത്ഥം നീ കമ്മിറ്റഡ് ആവുന്നല്ലേ? അല്ല, കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ പ്രപ്പോസ് ചെയ്യണ്ടായോ? ഒന്നും ചെയ്യാതെ എങ്ങനെ കമ്മിറ്റഡ് ആവും? നോട്ട് ദ പോയിന്റ്. അത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയണമെന്നില്ല. ഞങ്ങൾക്ക് വേർഡ്സിന്റെ ഒരാവശ്യമില്ല. ഞങ്ങൾ പരസ്പരം മനസ്സ് കൈമാറുന്നവരാ. അതുകൊണ്ടേ ഞാൻ പറയേണ്ട അവനും അവൻ പറയേണ്ട എനിക്ക് അറിയാനുള്ള കഴിവുണ്ടെന്നേ. അത് അങ്ങനെ മതി. അതങ്ങനെ നിങ്ങൾ മനസ്സ് മാത്രം അറിഞ്ഞാ മതിയോ? അപ്പൊ ഞങ്ങൾക്ക് എന്താ പൊട്ടന്മാരാ? ഞങ്ങൾക്കും കൂടെ അറിയണ്ടായോ? അതുകൊണ്ടേ മോള് തൽക്കാലം കാര്യം ചെയ്യ്. ആദ്യം മോള് പോയിട്ടേ ഗോതമ്പ് ബ്രോനെ പ്രപ്പോസ് ചെയ്യ്. അങ്ങനെ ചെയ്യുവാണെങ്കിലേ അടുത്തത് എന്റെ കാര്യം നോക്കാം കേട്ടാ. അത് വേറെ ലെവലായിട്ട് മോളെ. താങ്ക് യു. പക്ഷേ അവളെ കാര്യം മാത്രമല്ല പറയുന്നത്, നിന്റെ കാര്യം കൂടിയാ. മോളും ആദ്യം പോയി മോളെ ജിമിനേറ്റിനെ പ്രപ്പോസ് ചെയ്യട്ടോ. അല്ലാതെ വെറുതെ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്തോ കാര്യം? ആദ്യം നീയും പ്രപ്പോസ് ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും ട്രാക്ക് ക്ലിയർ ആവട്ടെ. അതിനുശേഷം എന്റെ ട്രാക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി നോക്കാം കേട്ടാ. എടി എന്താണെടി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? അതിനൊക്കെ ടൈം എടുക്കും. അതന്നെ നീ പറഞ്ഞ പോലെ അപ്പം ചുടുന്ന പോലെ നല്ലത്. ഇത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണേ. പിന്നെ അല്ല, നോക്ക് ഇന്നൊരു ചോക്ലേറ്റ് മേടിച്ചതാ എന്റെ ഏട്ടനെ അങ്ങനെ കിടന്ന് പൊരിച്ചേ. അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് റിസ്ക് നിറഞ്ഞ പണിയാ. ഇതൊക്കെ കുറെ ടൈം ഓടിക്കും. അതുവരെയൊന്നും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ ഋഷിക്ക് ഇപ്പൊ തന്നെ രണ്ടിനൊരു മറുപടി പറയ്. അത് പറ്റത്തില്ല. ആദ്യം നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ. എന്നിട്ട് ഞാൻ അവനോട് എസ് പറയണോ നോ പറയണോന്നേ ഞാൻ ആലോചിക്കാം കേട്ടാ. എന്താ മക്കളെ ഇങ്ങനെ ചിന്താവിഷ്ടയായ സീതനെ പോലെ ഇരുന്നിട്ട് എന്താ കാര്യം? വേഗം ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്. അപ്പത്തേക്കും ഞാൻ പോയിട്ടെ ചൂട് കോഫി കുടിച്ചു തരാം. ഓക്കേ? എടി എന്തോന്നടി ഇത്? അവക്കൊരു നല്ലത് പറഞ്ഞപ്പോ അവള് നമുക്കിട്ട് ടാസ്ക് തന്നിട്ട് പോയേക്കുന്നേ. ഇനി അവളൊന്ന് കമ്മിറ്റഡ് ആയിട്ട് കാണണെങ്കിലേ നമ്മളെ റൂട്ട് ആദ്യം ക്ലിയർ ചെയ്യണം. ഞമ്മളതല്ല നിന്റത്. എന്റെ റൂട്ടൊക്കെ ഏകദേശം ക്ലിയറാ. അതുകൊണ്ട് ഇനി ക്ലിയർ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടേ നീ ആദ്യം നിന്റെ റൂട്ട് ക്ലിയർ ചെയ്യ്. അവള് പറഞ്ഞത് മനസ്സിലായില്ലേ? നോം രണ്ടുപേരും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നില്ലേ? അത് റിയൽ ആക്കണമെന്ന്. അതായത് നീ ഗോതമ്പ് ബ്രോനോട് പ്രപ്പോസ് ചെയ്യണമെന്ന്. എന്നാ മാത്രമേ നിങ്ങൾ കമ്മിറ്റഡ് ആയെന്ന് അവള് കണക്ക് കൂട്ടുള്ളൂ. തന്നെ അതൊന്നും പറ്റത്തില്ല. അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സുകൾ തമ്മിൽ പറഞ്ഞല്ലോ, അതന്നെ മതി. അത് മാത്രല്ല ഞാനൊന്നും പോയി പ്രപ്പോസ് ചെയ്യത്തില്ല. അതൊന്നും എനിക്ക് പറ്റത്തില്ല. വേണമെങ്കിൽ അവരെന്നെ പ്രപ്പോസ് ചെയ്യട്ടെ. അപ്പൊ ഞാന് മറുപടി പറഞ്ഞോളാം. മതി, അങ്ങനെയാണെങ്കിലും മതി. പക്ഷേ ഗോതമ്പ് ബ്രോനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കേണ്ടത് നിന്റെ കടമ. എടി എന്താണെടി നീ അവളെ കൂടെ ചേർന്നിട്ട്? എടി എന്താടേ? എടി എന്താണെടി നീ നിന്റെ ചങ്കൾക്ക് വേണ്ടി ഏത് പോലും ചെയ്യത്തില്ലേ? ഓ, എന്ത് പറഞ്ഞാലും ഏതൊന്ന് പറഞ്ഞോളാം. ഇന്നെന്നാലേ സോറിന്റെ കൂടെ തന്നെ പ്രപ്പോസൽ ആയിക്കോട്ടെ. തന്നെ ഇപ്പൊ നടന്നു തന്നെ. സോറി പറയണ തന്നെ വേണോ വേണ്ടെന്ന് ആലോചിക്കുക. അപ്പഴാ പ്രപ്പോസല്. അങ്ങനെയാണല്ലേ? എന്നാലേ ഓളെ ഗോതമ്പ് ബ്രോനോട് സോറി പറയണ്ടേ? എന്നോട് മിണ്ടാൻ വരണ്ട. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. പൈങ്കിളി തന്നെ. ഈ പൈങ്കിളി പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യാത്തതായിട്ടില്ല. അപ്പൊ ഇത് മാത്രം ചെയ്യാതിരുന്നാൽ എങ്ങനെ? ഞാൻ പറയുന്ന പോലെ നീ എന്തായാലും സോറി പ്ലസ് പ്രപ്പോസ് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റോ? എങ്ങനെയാ എന്റെ ഈശ്വര, ഇവരുടെ വലയിൽ വന്ന് ഞാൻ കുടുങ്ങിയേ. അല്ല, എന്റെ ആളല്ലേ വന്നോണ്ടിരിക്കുന്നേ? ഋഷിനോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഉണ്ണിമോക്ക് ഋഷിനെ അല്ല അലക്സിനെ ഇഷ്ടന്ന്. അത് പറഞ്ഞ അവനെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. എനിക്ക് അലക്സ് എങ്ങനെയാണോ അതേപോലെ തന്നെയാ ഋഷിയും. അവന് വിഷമിച്ച അതെനിക്ക് കാണാൻ പറ്റത്തില്ല. ഉണ്ണിമോളെ, ഹേ ബേബ്. ഋഷി വേണ്ടട്ടോ, നിർത്തിക്കോ. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിക്കണേ എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന്. വൈ ബേബ്, നിനക്ക് ഈ പേര് നല്ല ക്യൂട്ട് ആയിട്ടുണ്ടെന്നേ. അല്ല മച്ചാ, അത് ഓ എങ്ങനെയാ ബ്രോ ഇവരൊക്കെ സഹിക്കുന്നേ? സഹിച്ചല്ലേ പറ്റൂ. എന്താ എന്താ നോക്കി ചിരിക്കുന്നേ? എന്തേ ഞാൻ നോക്കി ചിരിക്കാൻ പാടില്ലേ? അല്ലാന്നുണ്ടെങ്കില് വീട്ടേ കൊണ്ടുമോളെ അവനെ പറ്റി അറിയണതല്ലേ? പറ ബേബ്. അല്ലാന്നുണ്ടെങ്കിൽ
ഒരു കോഫി കുടിക്കാനല്ലേ? ഓ വന്നോടെ. അളിയാ അളിയൻ ചെല്ലേ, ഞാൻ ഇപ്പൊ വരാട്ടോ. ഓക്കേടാ. അല്ല ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നേ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വേഗം സോറിയും പറഞ്ഞിട്ടെ പറ്റുവാണെങ്കിൽ പ്രപ്പോസും ചെയ്തിട്ട് വാ. ഞാൻ പോവാട്ടോ. എടി പോവല്ലേ, നീ പോയാൽ എങ്ങനെ ശരിയാവും? നീ പോണ്ട, ഇവിടെ തന്നെ നിക്ക്. ആ തന്നെ, എന്നിട്ട് വേണം എനിക്ക് പാപം കിട്ടാനി. ഞാനൊന്നുമില്ല മോളെ നിങ്ങളെ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പായിട്ടേ. ഞാൻ പോവാ, വേഗം വന്നേക്കേണ്ടി. എടി അത് പിന്നെ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കാനോ? ചേച്ചി കണ്ടാലുണ്ടല്ലോ, ചേച്ചി എന്നല്ല ആരെങ്കിലും കണ്ട വിഷയാ. അതൊന്നും ഒരു വിഷയമില്ല, അവരൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കേ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. എടി ഭയങ്കരേ ബൈ. എടി ദുഷ്ടത്തെ. ചോ ആ ഗൗതം ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നേ. സോറി എന്നെ ചോദിക്കാൻ മടിച്ചിരിക്കോ? അപ്പഴാ അവിടെ ഒരു പ്രൊപ്പോസൽ. ഗൗതം, അവൾ എന്തിനാ വിളിച്ചെന്നൊന്നും നിനക്ക് അറിഞ്ഞൂടാ. പക്ഷെ നീ ഇപ്പൊ എന്തിനാ വന്നെന്ന് നിനക്ക് നല്ല വ്യക്താ. കാരണം നീ ഇപ്പൊ ഇവിടെ വന്നിക്കുന്നത് അവളോട് സോറി ചോദിക്കാനാ. എന്ത് തന്നെ അവൾ പറഞ്ഞിരുന്നെങ്കിലും നീ അവളോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. കാരണം അവള് നിന്റെ കാന്താരിയാ. ഗൗതം, ആർക്ക് വേണ്ടിയും നീ അവള് വിട്ടു കളയല്ലേ. അവള് നിന്റെ കാന്താരിയാ, നിനക്ക് അവളെ ഉള്ളൂ. അതുകൊണ്ട് നീ എന്തായാലും ആര് തെറ്റ് ചെയ്തെന്നൊന്നും നോക്കണ്ട. അവളെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തി സോറി ചോദിക്കാനുള്ള വഴി നോക്ക്. അതേപോലെ തന്നെ ഇന്ന് എങ്ങനെങ്കിലും നിന്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞേക്ക്. രണ്ടുപേർക്ക് അറിയുന്നുള്ളത് സത്യാ, പക്ഷെ അത് തുറന്നു പറയാണ്ട് നിക്കണ്ട. ഞങ്ങളെ പ്രണയം ഫുൾഫിൽ ആയിരിക്കണം. ആ 3 വേർഡ്സ് കൊണ്ട് പോലും ഞങ്ങളെ പ്രണയം അകന്നു നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഞാൻ എന്റെ കാന്താരിനെ പ്രൊപ്പോസ് ചെയ്യും. എന്താ ഇവിടെ? അല്ല നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ്. ആര് പറഞ്ഞേ? ഉണ്ണിമോളും പൈങ്കിളിയും. ഓ അപ്പൊ ഫുൾ പ്ലാനഡ് ആണല്ലേ, ഞാൻ മാത്രം അറിയാത്തത്. ദുഷ്ടത്തികള്. എന്തേ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ഹേയ് ഒന്നുമില്ല, അത് പിന്നെ ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി പറഞ്ഞതാ, വേറൊന്നല്ല. ശരിക്കും? ആ ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വിളിച്ചതാ, വേറൊന്നല്ല. എന്താന്നറിയത്തില്ല, എനിക്ക് ഓർക്കം വരുന്നില്ല. നമുക്കൊന്ന് വാക്കിങ്ങിന് ഇറങ്ങിയാലോ? നിനക്ക് ഓർക്കം വരുന്നില്ലെങ്കിൽ നീ വാക്കിങ്ങിന് പോ. എനിക്ക് ഓർക്കം വരുന്നുണ്ട്, ഞാൻ പോവാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കാന്താരി? ദേ നിനക്ക് വേണ്ടി ചച്ചേ നമുക്ക് വേണ്ടി അവിടെ ഉണ്ണിമോളും പൈങ്കിലും കാവലിരിക്കാന്നേ. അപ്പൊ നീ പെട്ടെന്ന് പോയാ അവർക്ക് വിഷമാവത്തില്ലേ? എന്തും ഭാവിച്ചാ? യു ഡോണ്ട് വറി, അവിടെ അവരുണ്ട് കാവലിനെ. അതുകൊണ്ട് പേടിക്കണ്ടെന്നേ. ചുമ്മാ ഈ ബീച്ചിലൂടെ ഒന്ന് വാക്ക് ചെയ്ത് വരാം. അത് പിന്നെ നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് നാളെ നോക്കാം. ഒരു മഴക്കാറില്ല, അഥവാ മഴ വന്നാലേ കേറി പോവാന്നേ. അങ്ങ് ഉഗാണ്ടയിലൊന്നല്ലല്ലോ റിസോർട്ട്, ദേ ഇവിടെ തൊട്ടടുത്തല്ലേ. ഇവരിതെന്തും ഭാവിച്ചാ? വാ, ആ നടക്ക്. 5 minutes later. ഗൗതം, ഏതാ പറ്റിയ അവസരം? സോറി എന്ന് ഒരൊറ്റ വാക്കിൽ സ്റ്റാർട്ട് ചെയ്തേക്ക്. തമ്പുരോ, ഏതാ പറ്റിയ അവസരം? സോറി എന്നുള്ള ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചേക്ക്. സോറി, ഐ ആം സോറി. അത് പിന്നെ ഗൗതം തന്നെ സംസാരിക്കേ. ഹേയ് വേണ്ട, നീ എന്തോ പറയാൻ വന്നില്ലേ, അത് പറ. എനിക്കൊന്നും സംസാരിക്കാനില്ല. അത് പിന്നെ സോറി ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഒരു സോറി ആണെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇതിനാ പറയുന്നേ നമ്മള് മേഡ് ഫോർ ഈച്ച് അതേഴ്സ് ആണ്. ഗൗതം ഒന്നും നോക്കണ്ട, കണ്ണു മൂടി അങ്ങ് പ്രൊപ്പോസ് ചെയ്തേക്ക്. ഇതിലും നല്ലൊരു അവസരം ഇനി നിനക്ക് കിട്ടാനില്ല. എത്ര തന്നെ നിങ്ങളെ മനസ്സിൽ സ്നേഹിക്കാന്ന് പറഞ്ഞാലും അത് പുറത്ത് പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. ഇനി അവള് നിന്റെ മാത്രം. ഈ ഒറ്റൊരു വാക്കുകൊണ്ട് മാത്രം അവൾ അകറ്റി നിർത്തണ്ട. അവളോട് ഇന്ന് തന്നെ പ്രൊപ്പോസ് ചെയ്തേക്ക്. കമോൺ ഗൗതം. അതെ പിന്നെ എനിക്ക് അലക്സിനെ എത്ര ഇഷ്ടമല്ലെങ്കിലും അവനോടുള്ള ദേഷ്യം നിന്നോട് കാണിക്കാൻ പാടില്ലായിരുന്നു. റിയലി സോറി ട്ടോ. ഞാനും സോറി എടേ. കാരണം എന്റെ കാന്താരിനോട് ഞാൻ തന്നെ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. ഞാൻ അറിഞ്ഞോണ്ടല്ല, അറിയാണ്ട് പറ്റിപ്പോയതാ. ഐ ആം റിയലി സോറി ട്ടോ. അത് കുഴപ്പമില്ല. പിന്നെ പറ. അത് പിന്നെ പറ ഗൗതം. അത് പിന്നെ കാന്താരി, നീയൊന്ന് കണ്ണടയ്ക്കോ? കണ്ണടയ്ക്കാനോ? എന്തിനെ? അടയ്ക്കുന്നേ എന്തിനാന്ന് പറ. അതൊക്കെ ഉണ്ട്, നീ ആദ്യം കണ്ണടയ്ക്കേ.
കാന്താരി. ഗൗതം കാന്താരി, എനിക്ക് നീയെന്ന് വെച്ച എന്റെ ജീവനാ. നിന്നെ കണ്ട അന്ന് മുതലേ ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചതാ, ഈ ഗൗതമിന്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ കാന്താരി മാത്രായിരിക്കുന്ന്. ഗൗതം, എത്ര ദിവസം ഞാനിത് പറയാണ്ടിരുന്നത്. അഥവാ ഞാനിങ്ങനെ പറഞ്ഞ് നീ എന്നെ ആ കാരണം കൊണ്ട് വിട്ടെറിഞ്ഞു പോവോ, പിന്നെ മിണ്ടാതിരിക്കുന്നുള്ള ഒറ്റ പേടി കൊണ്ടാ. കാരണം നീ എന്റെ അടുത്ത് അകന്നു കഴിഞ്ഞാ അതെന്നെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല കാന്താരി. ഇപ്പോഴും എന്റെ ഉള്ളില് എങ്ങനെ പിടയ്ക്കുന്ന അറിയോ? കാരണം ഞാനിനിപ്പോ നിന്നോട് എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ എനിക്ക് നിന്നെ എന്നേക്കായിട്ട് നഷ്ടമാവുന്ന് അത്രയും പേടിയുണ്ട് ഉള്ളില്. എന്നാ പോലും ഇതെന്നെ കൊണ്ട് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കാന്താരി. കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല കാന്താരി. ഇപ്പോഴും നിന്നോടുള്ള ഒറ്റ വിശ്വാസം കൊണ്ടാ ഇത് ഞാൻ പറയുന്നേ. കാരണം എനിക്കറിയാം എന്റെ കാന്താരിയും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ ഒരൊറ്റ വിശ്വാസം കൊണ്ടാ ഞാനിപ്പോ ഈ തീരുമാനം എടുത്തേക്കുന്നേ. എനിക്ക് നിന്നെ വേണം കാന്താരി. നീ ഇല്ലാണ്ട് ഈ ഗൗതമിന് ഇനി പറ്റത്തില്ല. I love you കാന്താരി. I love you ഗൗതം. കാന്താരി, ഈശ്വരാ, ഇവളെന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? ഇനിയിപ്പോ കാന്താരി പ്ലീസ്, നീ ഇങ്ങനെ നിക്കല്ലേ. നീ ഇങ്ങനെ നിക്കുമ്പോ എന്റെ ചങ്ക കടന്ന് പിടയ്ക്കുവാണേ. ഒരു ചെറിയെങ്കിലും പാസ് കാന്താരി. എന്തേ, ടെൻഷനായോ കാന്താരി? പിന്നെ ടെൻഷൻ ആവണ്ട്. ഒരു നിമിഷം കൊണ്ട് ഞാനിങ്ങ് ഇല്ലാണ്ടായി പോയടേ. മതി മതി, കാലൊക്കെ വേദനിക്കും. എണീക്കേ. അതെങ്ങനെ എണീക്കാനാ? നീ yes or no പറഞ്ഞില്ലല്ലോ. പിന്നെ എന്റെ ഗോതമ്പേ, വെറുതെ അല്ല നിന്നെ ഞങ്ങൾ ഗോതമ്പേന്ന് വിളിക്കുന്നേ. തലക്കകത്ത് പോലും ഗോതമ്പിനെയാണെന്ന് തോന്നുന്നേ. എണീക്കേ. അപ്പോ ഈ റിങ് നിന്റെ കയ്യിലിടാൻ സമ്മതാണോ? പിന്നെ കാന്താരിക്ക് ഗോതമ്പില്ലാണ്ട് വേറെ ആരിട്ട് തരാനാ? എണീക്കേ. കാന്താരി, നീ പറയണത് സത്യല്ലേ? ഇത് ശരിക്കും യാഥാർത്ഥ്യല്ലേ? സ്വപ്നമൊന്നുമല്ലല്ലോ. സ്വപ്നാണെങ്കിൽ എന്താ, നിന്റെ കാന്താരിയല്ലേ കൂടെ ഉള്ളത്? I love you കാന്താരി. I love you so much. I love you too ഗൗതം. കാന്താരി, നിനക്കും എന്നെ ഇഷ്ടല്ലേടി? പിന്നെ അല്ലാതെ. പക്ഷേ നിന്നെ പോലെ കള്ളം പറയാനൊന്നും അറിഞ്ഞൂടാ. എനിക്ക് കണ്ട അന്നൊക്കെ നിന്നോട് ദേഷ്യമായിരുന്നു, ദേഷ്യം മാത്രം. പിന്നീട് എപ്പോഴോ ആ ദേഷ്യം ഫ്രണ്ട്ഷിപ്പായി മാറി. ആ ഫ്രണ്ട്ഷിപ്പ് പതിയെ പതിയെ എന്നിലൂടെ ഒരു പ്രണയമായി മാറി. ബട്ട് ഞാനത് റിയലൈസ് ചെയ്യണത് തന്നെ ഇപ്പോ ഇവിടെ എത്തിയതിനു ശേഷം. അല്ലാത്തപ്പം തോന്നും, പക്ഷെ അപ്പോഴൊക്കെ എന്റെ മനസ്സ് പറയും നീ എന്റെ എനിമിയാ, എനിമി മാത്രാന്ന്. ബട്ട് അത് പതിയെ പതിയെ എന്റെ എനിമി ആണെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തു. ഇപ്പോ എന്റെ എനിമി അല്ല, എന്റെ ജീവന്റെ പാതിയാന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇപ്പൊ എന്റെ മനസ്സിലൊരാളുണ്ടെങ്കിൽ അതെന്റെ ഗൗതമ, ഗൗതം മാത്രം. കാന്താരി, ഇത് ശരിക്കും റിയൽ അല്ലേടേ? ഡ്രീം ഒന്നും അല്ലല്ലോ. ഏതേ റിയലാ, റിയൽ. ഇനി ലൈഫ് ലോങ് ഈ കാന്താരി നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. കാന്താരി, എന്നാ ഞാന് റിങ്. കാന്താരി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാനെന്നാ റിങ് ഇടട്ടെ. എന്താ കാന്താരി? അതൊന്നും ആരും കാണത്തില്ല. ഗൗതം, എന്താ കാന്താരി? ഗൗതം ഇറക്കി വിട് പ്ലീസ്, എനിക്ക് നാണം വരുവാ. അച്ചടാ, എന്റെ കാന്താരിക്ക് നാണം വരുന്നുണ്ടോ? എനിക്ക് വയ്യ. നിക്കട്ടോ, ഇതേപോലെ തന്നെ ഞാൻ നിന്നെ റിസോർട്ട് വരെ കൊണ്ടുപോകാം. അപ്പൊ അതുവരെ നാണിച്ചോ. നിന്റെ നാണം കാണാനല്ലേ ഗൗതം ആഗ്രഹിക്കുന്നേ? അതന്നെ, അതൊന്നും വേണ്ട. ആരെങ്കിലും കണ്ടല്ലോ. അതൊന്നും ആരും കാണത്തില്ല. നമ്മളെ ബോഡി ഗാർഡ്സ് അങ്ങനെയാ.
ഋഷിനെ അപ്സെറ്റ് ചെയ്യും. കാരണം ആളൊരു കുറുമ്പനാണെങ്കിലും നല്ല സ്നേഹമുള്ളവനാ. എങ്ങനെങ്കിലും ഋഷിയും ഉണ്ണിമോളും ഒന്നിക്കണം. എന്നാ പിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും എന്റെ തമ്പുരാനെയും ഉണ്ണിമോളെ ഇട്ട് പിരിഞ്ഞു പോകേണ്ട ആവശ്യം വരത്തില്ല. ഞങ്ങളെല്ലാരും ഒരേ കുടുംബത്തിലായിരിക്കത്തില്ലേ? ഈശ്വരാ, എന്റെ ഈ വലിയൊരു ഡ്രീം നിങ്ങൾ വേണം നടത്തി തരാനേ. അതേപോലെ എനിക്ക് എന്റെ വീണേച്ചിനെ കൂടെ തന്നെ വേണം. ഞങ്ങളെ വീണേച്ചിയും ഞങ്ങളെ കൂടെ തന്നെ വേണം. ചേട്ടനും ചേച്ചിയും തമ്മിൽ വേഗം തന്നെ റെഡി ആവണേ ഈശ്വരാ. ഓ, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണോ? കോഫി കുടിക്കാൻ നേരത്ത് ആ കുഞ്ഞു കുട്ടി മേലിൽ തട്ടിയില്ലേ, അതുകൊണ്ട് ഡ്രസ്സിൽ ചെറുതായിട്ട് ആയിട്ടുണ്ടായിരുന്നു. അതാ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് പോയതാ. എന്നാ നീ ചെല്ലേ, ഞാനേ പോവാ. അങ്ങനെ പോയാലെങ്ങനെ? കുറച്ചേരം സംസാരിച്ചിട്ട് പോന്നേ. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോവാ. വായ് ബേബ്, എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എന്തേ എന്നോട് ഇപ്പോഴും ദേഷ്യം മാറിയില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നിനക്ക് എന്നോട് ഇത്രയ്ക്കും ദേഷ്യം? എന്നോട് എനിക്കിനി ദേഷ്യം ഇല്ലെങ്കിൽ പോലും ഞാനിനി ഇങ്ങനെ പെരുമാറുള്ളൂ. കാരണം ഞാനിനി കുറച്ച് നിന്നോട് നല്ലപോലെ സംസാരിച്ചാലും നീ അത് തെറ്റിദ്ധരിക്കും. എന്തായാലും നിനക്കൊരിക്കലും എന്നെ പോലത്തെ ഒരു പെണ്ണിനല്ല കിട്ടേണ്ടത്. എന്നെക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടണം. ഓയ് ബേബി, ഞാൻ പോവാ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ബേബി ബേബി പോടാ. ഇതും ഒരു രസം തന്നെ. രുദ്ര ബേബി, വൈകാതെ നിന്റെ പേരിന്റെ കൂടെ ഈ ആറും കൂടെ ചേരും. അതിനു വേണ്ടിയാ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. ഈവറ്റുകളെല്ലാരും ഇതെവിടെ പോയതാ? ഒരെണ്ണത്തിനെ കാണാനില്ലല്ലോ. പ്രത്യേകിച്ചും തമ്പറിനോട് റൂമിൽ എങ്ങോട്ടും പോണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ അവിടെ പോയതായിരിക്കും. ചിലപ്പം ഉണ്ണിമോളെയും പൈങ്കിളിന്റെയും കൂടെ കാറ്റ് കൊള്ളാനായിട്ട് ഇറങ്ങിയതായിരിക്കും. പാവം, എത്ര നേരം വെച്ചാ റൂമിൽ തന്നെ ഇരിക്കുന്നേ. എന്നാലും ഇവിടെ എവിടെ നോക്കിയിട്ട് കാണില്ലല്ലോ. ഇനിയിപ്പോ ബീച്ച് സൈഡ് എങ്ങാനും പോയിട്ടുണ്ടാവോ? രാത്രി അങ്ങോട്ടേക്കൊന്നും പോവരുതെന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ ഇന്നലെ തന്നെ. പിന്നെ എന്തോന്ന് പോയോക്കാം. അല്ല, സാറെന്താ ഇവിടെ ഇരിക്കുന്നേ? അവൻ എവിടെ ഇരുന്നോ എനിക്കെന്തോ. വീണേ, നീ നിന്റെ മനസ്സിനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അവനിപ്പോ നിന്റെ മണിക്കൂട്ടനല്ല. അവനെ നിന്നെ ചതിച്ചവനോ? എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു മണിക്കൂട്ടാ. നീ മോളായി, അല്ലേലും നിനക്ക് മോളാവാൻ നിന്റെ ബൈക്ക് ഉണ്ടല്ലോ. ഇപ്പോഴും ഞാന് എന്റെ മനസ്സും നിന്നെ തന്നെ ആലോചിച്ചോണ്ടിരിക്കോ. അതിന്റെയൊക്കെ എന്താവശ്യം? വീണേ, അവനെ എത്രയും പെട്ടെന്ന് മറക്കാൻ ശ്രമിക്കേ. അതാ നിനക്കും അവന് നല്ലത്. വീണേ, വീണേ. എന്താ വിയാൻ? അത് ചുമ്മാ നീ ഇവിടെ നിക്കുന്ന കണ്ടപ്പോ വെറുതെ സംസാരിക്കലോ ഓർത്ത് വന്നതാ. ഓ, അത് ശരി. അല്ല, നീ ഫുഡ് കഴിച്ചോ? കഴിച്ച്. ഇവനെന്താ ഇങ്ങോട്ടേക്ക് നോക്കാതെ? ഞങ്ങൾ സംസാരിക്കുന്നത് അവനവിടെ കേട്ടൂടെ? ഫുഡ് കഴിച്ചോ വിയാൻ? നീ കഴിച്ചോ? ഹേയ്, ഇല്ല വീണേ. നോക്കടോ നോക്ക്. ഈ മാത്രം എന്നെ എത്ര വേദനിപ്പിച്ച്. കുറച്ചൊക്കെ വേദനയെ നീ അനുഭവിക്കേ. അയ്യോ വിയാൻ, എന്താ പറയുന്നേ? ഇത്ര നേരമായിട്ട് കഴിച്ചില്ലാന്നോ? ഇങ്ങനെ കഴിക്കാണ്ടിരുന്നാൽ എങ്ങനെ വിയാനെ? നേരത്തിന് കഴിക്കണ്ടായോ? നോക്കുന്നുണ്ട്. വീണേ, ഇനി വേണം നിന്റെ പെർഫോമൻസ് അങ്ങ് കാഴ്ച വെക്കാനേ. വിയാൻ, ഇങ്ങനെ കഴിക്കാണ്ടൊന്നിരിക്കരുത് കേട്ടോ. കഴിക്കാണ്ടിരുന്നാലേ വയ്യാണ്ടോ. അതുകൊണ്ട് ഇനി മുതല് നേരത്തിന് കഴിച്ചോ കേട്ടോ. ഓക്കെ വീണേ, നീ പറഞ്ഞ ഞാൻ കേൾക്കാണ്ടിരിക്കോ? ഗുഡ്, വെരി ഗുഡ്. അല്ല വീണേ, ഇങ്ങനെ വെറുതെ എന്തിനാ നിക്കുന്നേ? വാ, നമുക്ക് സംസാരിച്ച് കുറച്ചേരം നടന്നിട്ടൊക്കെ വരാന്നേ. അയ്യോ, അത് വേണ്ട. നമുക്കേ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കാന്നേ. ഇവിടെ അടിപൊളി വൈബാണേ. ഇവിടെ നോക്കിയേ, മരങ്ങളുണ്ട്, സ്വിമ്മിംഗ് പൂളില് വെള്ളമുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല ലൈറ്റ് ഉണ്ട്. കൂടെ തന്നെ റെഡ് ഷർട്ട് ഇട്ട കോരങ്ങളുണ്ട്. ഓ, കമോൺ വിയോൺ, കൂൾ ഡൗൺ. ഇവളിത് എന്നോടാണോ സംസാരിക്കുന്നേ, അല്ലെങ്കിൽ എന്നെ പൊട്ടനാക്കി ആ മണിക്കൂട്ടിനോടാണോ സംസാരിക്കുന്നേ? ഇവിടെ വന്നാലേ ആ വൈബ് കിട്ടുള്ളൂ. സോ നമുക്ക് ഇവിടെ തന്നെ നിന്ന് കഥ പറയാന്നേ. അല്ല വിയാൻ, നിന്റെ വീട്ടില് ആരൊക്കെയുള്ളേ? അത് പിന്നെ അമ്മ, അച്ഛൻ. നീ പോകും വഴിയിൽ വരും കാത്തു നിന്നു, ഒരു നോക്കു നൽകാതകന്നു നീ. ഓർക്കുന്ന നേരം കനലാണു നെഞ്ചിൽ, മറുവാക്കു ചൊല്ലാത്തതെന്റെ